ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. എന്താണെന്നല്ലേ, മുത്താറി ലഡു. നമ്മുടെ മുത്താറി അഥവാ റാഗി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ് മുത്താറി ലഡു. ഈ ലഡുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷുഗർ പേഷ്യൻറ്റിന് വരെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പനശർക്കര ഉപയോഗിച്ചിട്ടുണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഷുഗർ പേഷ്യൻറ്റിന് വളരെ അധികം നല്ലതാണ് റാഗി. അപ്പം ഷുഗർ കൺട്രോളായി നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ധാന്യമാണ് റാഗി. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മുത്താറി ലഡു നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാർ ചെയ്യാം എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടായി വരുന്ന പാൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് 1.5 കപ്പ് റാഗി പൗഡർ, മുത്താറി പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റാഗി പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്മെല്ല്, നന്നായിട്ടുള്ളൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇത് തണിയാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് കടല, നിലക്കടല ഒരു 1/4 കപ്പ്, അതേപോലെ തന്നെ ഒരു 10 എണ്ണം ബദാം, അതുപോലെ തന്നെ 10 എണ്ണം കാഷ്യൂനട്ട്, ഇതുകൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ആ വറുത്തെടുത്ത ആ നട്ട്സ് എല്ലാം ഒരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. അത് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ വേണ്ടി പോകുന്നത് ശർക്കരയാണ്. ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. 3/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ശർക്കര ഈ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനകത്തേക്ക് ഒരു 4 ഏലക്കായ് കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല സ്മെല്ല് കൂടി ഉണ്ടാവും. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കിസ്മിസ് അഥവാ ഉണക്കമുന്തിരി, അതും കൂടി ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി മിക്സി ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുത്താറി പൗഡർ, വറുത്ത വെച്ച മുത്താറി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. മുത്താറി പൗഡർ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സ്, ശർക്കര കൂട്ടി അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നട്ട്സും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് 2 ടേബിൾ സ്പൂൺ നട്ട്സാണ്. കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. അത് 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അതും നമുക്ക് ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തുകൊണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല റൗണ്ട് ഷേപ്പിലേക്ക്, നമ്മുടെ ലഡുവിൻ്റെ അതേ ഷേപ്പിലേക്ക് ഇതുപോലെ നമുക്ക് റൗണ്ട് ആക്കിയിട്ടെടുക്കാം, ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തിരിക്കുകയാണ്. ഈ ഉരുട്ടിയെടുക്കുന്നതോടുകൂടി നമ്മുടെ മുത്താറി ലഡു അഥവാ റാഗി ലഡു ഇവിടെ തയ്യാറാവുകയാണ്. അപ്പം വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമായ റാഗി ലഡു ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഞാൻ എന്നും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള ഗുണം, ഞാൻ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതേതാ സമയം തന്നെ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.